ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇങ്ങനെയാണ് കാറിലിരുന്ന് ഈ സെറ്റപ്പിലാണ് ചെയ്യുന്ന വീഡിയോ. ഇന്ന് പറയാനുള്ളത് മാർക്കോനെ കുറിച്ചാണ്. വേറൊന്നുമല്ല, കാരണം മാർക്കോ 100 crore ക്ലബിലൊക്കെ കയറി ഭയങ്കര എന്താ പറയുക, വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ മലയാള സിനിമയുടെ ആദ്യമായിട്ടൊരു മലയാള സിനിമ ഈ ഒരു റീച്ച് കിട്ടുന്ന ആദ്യത്തെ സിനിമ മാർക്കോ. അപ്പം മാർക്കോയിലുള്ള ഡയലോഗ് പോലെ തന്നെ മാർക്കോയിലെ ഡയലോഗിൽ ഉണ്ണിവെന്നും പറയുന്നുണ്ട്. അതായത് അതിലധികം പറയുന്നത്, ഞാൻ വന്നപ്പം മുതൽ ചില ചെന്നായ്ക്കൾ കൂട്ടം കൂടി ആക്രമിക്കുന്നതാണ്. എന്നാൽ അതിപ്പം ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അതിപ്പോഴും വന്നപ്പോൾ മാത്രമല്ല, ഇപ്പം ഈ ഒരു മലയാള സിനിമയെ തന്നെ സീൻ മാറ്റിയിട്ട് ഒരു മലയാള സിനിമയ്ക്ക് ഇന്നേ വരെ ഒരു ആക്ടർക്ക് എത്തിപ്പെടുത്തിക്കാൻ പറ്റാത്ത ആ ലെവലിൽ എത്തി നിൽക്കുമ്പോഴും കുറേ ചെന്നായ്ക്കളും കുറേ ആൾക്കാരും കൂട്ടം കൂടിയെന്ന് മൂപ്പർ ആക്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ, ചില ആൾക്കാരെ എന്താ പറയുക, ആദ്യം ചിരി വരും ചില മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ, പിന്നെ നമുക്ക് സഹതാപം തോന്നും അവരോട്. ആരൊക്കെയാണ് ഈ മാർക്കോനെ പറ്റി എന്താ പറയുക പല വീഡിയോസിൽ വന്നിട്ട് എന്തൊക്കെ, ഞാൻ ആരും പേരൊന്നും എടുത്ത് പറയുന്നില്ല, പക്ഷെ നമ്മളെ ചില ആ മാമനോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പല കേസുകളിലും മൂപ്പരൊന്ന് സംസാരിക്കാൻ കേൾക്കുമ്പോൾ. പക്ഷെ ഇതോടെ എന്തോ ആയിപ്പോയി. കാരണം അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ നിരോധിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഒരാളെ പേരും ഒരു ചാനലിൻ്റെ പേരും ഒന്നും പറയില്ല, പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്സിലാവും. ഒരു മാമൻ വന്നിരുന്ന് പറഞ്ഞത് കേൾക്കണം നിങ്ങൾ. അതായത് എനിക്ക് മനസ്സിലാകാത്തത് എന്താണ്, ഇപ്പോഴും ഇത്രയായിട്ടും ഇത്ര കാലമായിട്ടും ഇത്ര വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ഒരു സിനിമയായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ആ ചോദ്യം. അത് മാത്രമാണ് എനിക്ക് ഭയങ്കരമായിട്ട്, നമ്മൾ എന്താ പറയുക, ഒരു സിനിമയായിട്ട് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. സത്യത്തിൽ സിനിമ നമ്മുടെ സൊസൈറ്റീൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് സിനിമ. ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും, സിനിമയിൽ നിന്ന് സമൂഹത്തിലേക്കും എന്താ പറയുക ജനങ്ങളിലേക്കും പോകുന്നതിനേക്കാൾ കൂടുതൽ സിനിമയിലേക്കാണ്. ഓരോ സിനിമയും, നമ്മളെ മലയാള സിനിമയിൽ ഇറങ്ങിയ 99% സിനിമകളും സമൂഹത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളോ വ്യക്തികളോ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടും അതൊരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് വന്നിട്ട് അത് സിനിമയായി മാറിയതാണ് ഏറ്റവും കൂടുതൽ. തിരിച്ചൊരു സിനിമ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോയതൊക്കെ വളരെ കുറവേ വേണ്ടിയിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് ഈ ദൃശ്യം ഇറങ്ങിയ മുതൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഈ സത്യത്തിൽ ദൃശ്യത്തിന്റെ കാര്യം പറയുന്നത് പോലും എത്ര വലിയ മണ്ടത്തരാണ്. ആ ദൃശ്യത്തിന്റെ സ്റ്റോറി പോലും അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് വായിച്ചെന്ന് പറഞ്ഞത്. പോട്ടെ, എല്ലാം നമുക്കറിയുന്നല്ല. നമ്മുടെ സമൂഹമാണ് സിനിമകളിലെല്ലാരെക്കാട്ടിയും കൂടുതൽ വയലൻസും എല്ലാം നമ്മൾ ദിനം പ്രതി പത്രങ്ങളിൽ TV-യിലും കേൾക്കുന്നുണ്ട്. സിനിമയിലൊക്കെ വളരെ കുറവുള്ളൂ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. നമ്മൾ ഡെയിലി ദിനം പ്രതി എല്ലാവരും ന്യൂസും എല്ലാ കാര്യം കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവില്ലേ. പിന്നെ ഒരു സിനിമ ഇറങ്ങുമ്പോഴേക്ക് എന്താണ് ഇവർക്ക് ഇത്രത്തോളം ഇതാവാൻ. അങ്ങേര് പോട്ടെ, ഒരു ചാനലിൽ നിങ്ങൾക്കറിയണ്ട, ഒരു ചാനലുണ്ട് ഡമ്മോ, അതിൽ 3 അണ്ണന്മാർ വന്നിരിക്കും. ആ 3 അണ്ണന്മാരെ വിചാരം അവരിരിക്കുന്ന റൂമാണ് ഈ ഭൂമിയെന്നും, ചിലപ്പോൾ അവിടെ ക്യാമറാമാൻ ലൈറ്റ് ബോയ് ഒക്കെ ഉണ്ടാവും, അവരാണ് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ആകെയുള്ള പ്രജകളെന്നും, അല്ലെങ്കിൽ ആ ഭൂമിയിൽ ആകെയുള്ള മനുഷ്യന്മാർ ഓരോ എന്നുള്ള രീതിയിൽ, അതായത് ആ സംസാരിക്കുന്ന അണ്ണന്മാർ ഈ ലോകത്തിന്റെ രാജാക്കന്മാർ അവരാണെന്ന രീതിയിൽ അവർ സംസാരിക്കും. എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ചില കാര്യങ്ങൾ ഇതും ഈ മാർക്കോനെ പറ്റി മാത്രം എടുത്ത് പറയാം, അവരെല്ലാം അവരെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പല മാറ്റേഴ്സിനെ പറ്റി അവർ വന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയിപ്പം നമുക്ക് മാർക്കോയിലേക്ക് മാത്രം വരാം. കാരണം അവരുടെ സംസാര രീതി കേൾക്കുമ്പോഴായിരിക്കും ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ രാജാവ് അവരാണ്, അവർ പറയണതാണ് ശരി, അത് മാത്രമേ ശരി, അത് ആ ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ഭയങ്കര ചിരിയും പുച്ഛൊക്കെ തോന്നും പല മാറ്റേഴ്സിനെ പറ്റി അവർ വന്ന് സംസാരിക്കണം കേൾക്കുമ്പോൾ. കാരണം എന്താണ് അവരൊക്കെ വിചാരം എനിക്ക് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് മാമനെ വിടാം, മാധ്യമപ്രവർത്തകർക്ക് കുറച്ച് വിവരം ഉണ്ടാവില്ല, അവർ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, അവർക്ക് പോലും ഈ സിനിമയാക്കി കാണാൻ പറ്റാനുള്ള അതിനുള്ള കഴിവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഒരു അണ്ണയിരുന്ന് പറയാണ്, എന്താ പറഞ്ഞത്, മാർക്കോ ഭയങ്കര വലിയ വയലൻസിന്റെ അങ്ങേയറ്റം വയലൻസ് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നു, അത് വളരെ ചീത്ത ഒരു ഇൻഫർമേഷനാണ് നമ്മളെ സമൂഹത്തിലേക്ക് പാസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ എന്താണ് ഇവരോടൊക്കെ പറയേണ്ടത്. എനിക്ക് ഈ ചാനലുകാർ പറയുമ്പോൾ കൂടുതൽ ദേഷ്യം എന്താ പറയുക, കാരണം ആ മാർക്കോ അല്ല ഏത് സിനിമേനെക്കാട്ടി അങ്ങേയറ്റം വൾഗറും മോശമാണ് നമ്മളൊരു ചാനലിൽ വരുന്ന വാർത്തകൾ. നിങ്ങൾ ആലോചിക്കും, ഈ ചാനലിൽ ഇരുന്ന് പറഞ്ഞ് ചിലപ്പോൾ 5 മിനിറ്റ് മുമ്പ് 5 മിനിറ്റ് ശേഷം ആ സെയിം ചാനലിൽ ന്യൂസ് വരും, ഇന്ന ആള് ഇന്ന കഴുത്തുറത്ത് കൊന്നു, വെട്ടി നുറുക്കി ഇത്ര പീസുകളാക്കി കൊന്നു, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തല്ല, ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അത് ചെയ്തു. ഇത്
അവരെ ന്യൂസ്, അവരുടെ ചാനലിൽ ഇവരെ ന്യൂസുകൾ എത്ര മോശം, എത്ര ന്യൂസുകൾ അവരുടെ ചാനലിൽ വരുന്നത്. ഇവിടെ എന്നാലും എന്ത് സിനിമ മാത്രമാണോ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക? ഈ സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ന്യൂസ് കണ്ടാൽ അതിനും വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കില്ലേ? ഒരു റിയൽ ആയിട്ടൊരു സംഭവം നമുക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവർ ഒരു അർത്ഥം, ഒരു എന്താ പറയുക, ഒരു 5 പൈസേന്റെ വിവരമില്ലാത്ത വർത്താനം ഇങ്ങനെ ഈ പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് വലിയ സംഭവമാക്കി. ഞാനാണ് എന്തോ ചിരി വരും ഇവരെയൊക്കെ സംസാര രീതി, ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ. അതായത് അവർ പറഞ്ഞാൽ ശരി, ബാക്കി ഞങ്ങൾ പറഞ്ഞാൽ ശരി, ബാക്കിയുള്ളവർ നിങ്ങൾ കേട്ടോളാം, അനുസരിച്ചോളാം, അല്ലെങ്കിൽ അതുകൊണ്ട് വിഴുങ്ങിക്കോളാം എന്നുള്ള ലെവലിൽ അവരുടെ സംസാരം. എന്ത് സഹതാപം പിന്നെ തോന്നും നമുക്ക്. ആദ്യം ശരി, പിന്നെ സഹതാപം വരും. കാരണം ഇങ്ങനെ പോലെ അറ്റ്ലീസ്റ്റ് ഈ മാധ്യമപ്രവർത്തക റിപ്പോർട്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ ഒരു മിനിമം നോളജ് അവർക്ക് വേണ്ടേ. സിനിമ കണ്ടിട്ട്, ഏത് സിനിമ കണ്ടിട്ട് ആർക്കും ഇൻഫ്ലുവൻസ് ആവാം? ഈ സിനിമ കണ്ട് വയലൻസ് ചെയ്യുന്ന ആൾക്കാർ, അത് അവരെ ജന്മന അങ്ങനെ ഇരിക്കും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് സിനിമ ചാനലിൽ വരുന്ന ന്യൂസ് കണ്ടാൽ പോരെ. എനിക്ക് ചാനലുകാരെ പറ്റി പറയുമ്പോൾ താണ് നമ്മൾ ആ ഹേമ കമ്മിറ്റി സംഭവം ആ ടൈമിൽ എനിക്കൊരു ചാനലിൽ വാർത്ത കേട്ടിട്ട്, നമ്മൾ സാധാരണ നമുക്ക് സ്വതവേ നമ്മൾ ഫാമിലി, അച്ഛനോ അമ്മ, സിസ്റ്ററൊക്കെ ഇരുന്ന സിനിമ കാണുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും അത് ഫേസ് ചെയ്തായിരിക്കും. നമ്മളൊരു റൊമാൻറ്റിക് സോങ് വരുമ്പോൾ, അല്ലെങ്കിൽ മോശം സീന് വരുമ്പോൾ ഒക്കെ എല്ലാവരും ഒരു ഫീൽ ഉണ്ടല്ലോ. അതിന്റെ അപ്പുറം ഒരു എല്ലാവരും കൂടി ഇരുന്നിട്ട്, ഒരു ഫാമിലി കൂടി ഇരുന്നിട്ട് ഒരു അഡൾട്ട് സിനിമ കാണുന്ന ഫീൽ ആയിരുന്നു ഈ ഹേമ കമ്മിറ്റിന്റെ സമയത്ത്. നമ്മുടെ അവരെ ന്യൂസ് റിപ്പോർട്ടേഴ്സിന്, ഏത് ചാനലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എല്ലാ ചാനലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് തോന്നുന്നത്. നമ്മളൊരു കേസിനെ പറ്റി പറഞ്ഞത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ, ഞാൻ കേട്ടിട്ട് എന്തോ ഇപ്പം നമ്മൾ, അതായത് അയ്യോ ഇതൊക്കെ ഞാൻ അപ്പോഴും ചോദിച്ചതാ, ഇങ്ങനത്തെ വാക്കുകളും വേർഡ്സും ഒക്കെ ഒരു ചാനലിരുന്ന് പറയണതൊക്കെ ഫാമിലി കുട്ടികളെല്ലാവരും ഇത് കാണുന്നില്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ചാനലുകളിൽ ഇരിക്കുന്ന അണ്ണന്മാര് വന്നിട്ട് പറയാണ് മാർക്കോ സിനിമ അത് സമൂഹത്തിന്, എന്താണ് ഇവരൊക്കെ പറയേണ്ട ഈശ്വര? ഇതൊന്ന് കേട്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാനും പറ്റില്ല. കാരണം എന്ത് മണ്ടത്തരും ശുദ്ധ വിഡ്ഢിത്തരും 5 പൈസേന്റെ വിവരമില്ലാത്ത വർത്താനം അവരൊക്കെ പറയുന്ന ആലോചിക്കുമ്പോൾ ഭയങ്കര സഹതാപം തോന്നട്ടെ അവരോടൊക്കെ. ഒരു സിനിമ, ആ സിനിമ വയലൻസ് അല്ലാതെ പിന്നെ എന്ത് പറഞ്ഞ സിനിമ മാർക്കറ്റ് ചെയ്യേണ്ടത്? അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ മലയാളത്തിലെ ഏറ്റവും വയലന്റ് മൂവിയാണ്. അപ്പൊ അത് ആഗ്രഹിച്ച് അത് കാണാൻ താല്പര്യമുള്ള മാത്രം പോയി കണ്ട പോരെ. അതിനല്ലേ എ സർട്ടിഫിക്കറ്റും 18+ എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അത് പോയി കണ്ടിട്ട് പിന്നെ അത് വന്നിട്ട് അതിൽ വയലൻസ് കൂടുതലാന്ന് പറഞ്ഞാല് എന്താണ് ഈശ്വര ഇതിലൊക്കെ പറയേണ്ടത്? എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ തോന്നി പ്രതികരിച്ചു. നിങ്ങളെ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.